ഓമനക്കുട്ട ഒന്ന് വെയിറ്റ് ചെയ്യണേ, ഞാൻ ACP കണ്ടിട്ട് വരാം. ഓ ആയിക്കോട്ടെ. അപ്പോ ഇന്നത്തെ ബാക്കി പ്രോഗ്രാംസ് നമുക്ക് ഒരുമിച്ചൊന്ന് കറങ്ങി അടിച്ചാലോ? എനിക്ക് കുറെ പർച്ചേസ് ചെയ്യാനുണ്ട്. ഏയ്, അതിനൊന്നും എനിക്കൊരു മൂടുമില്ല. തോൽവിയുടെ വിഷമം നമുക്ക് മാറ്റാടി. അവളെ ഞാൻ നല്ല തിളച്ച എണ്ണയിലിട്ട് പൊരിച്ചു തരാം. ആ സ്വാതി എന്ന് പറയുന്ന പെണ്ണ് മാഡത്തെ കാണണമെന്നും പറഞ്ഞ് വീണ്ടും വന്നിട്ടുണ്ട്. വരാൻ പറയൂ. യെസ് മാഡം. അവളെന്തിനാ വീണ്ടും കെട്ടിയെടുത്തത്? എന്തിനായാലും അവളെ കണ്ട വീണ്ടും എന്റെ നിയന്ത്രണം വിട്ടു പോകും. ഞാനൊന്ന് മാറി നിൽക്കട്ടെ. ഏയ് വേണ്ട, നീ ഇരിക്കേ. കൂൾ. മാഡം, നീ എന്തിനാടി പിന്നെ വന്നത്? നന്ദിനി ഇപ്പൊ എന്നെ വിളിച്ചു. അവൾ ഇവിടെ അടുത്തെവിടെയോ ഉണ്ട്. അതിന് ഇവളെന്ത് വേണം? അവളെ കണ്ടുപിടിക്കുമെന്ന് വെല്ലുവിളിച്ചു പോയതല്ലേ നീ? പോയി കണ്ടുപിടിക്കടി. പേതാ. മാഡം, മാഡം, അവൾ എന്നെ വിളിച്ച മൊബൈൽ ടവറിന്റെ ലൊക്കേഷൻ കണ്ടെത്തിയ നമുക്ക് അവളെ കണ്ടുപിടിക്കാം. എനിക്ക് സൗകര്യമില്ല അവളെ കണ്ടുപിടിക്കാൻ. നീ കൊണ്ടുപോയി എനിക്കെതിരെ IG-ക്ക് പരാതി കൊടുക്ക്. മാഡം, ഗർഭിണിയായിരിക്കുന്ന ഒരു പെണ്ണ ഇപ്പൊ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും അവളെ കണ്ടുപിടിക്കേണ്ടത് പോലീസുകാരുടെ ഉത്തരവാദിത്വമാണ്. അതാ ഞാൻ പറഞ്ഞത്, ആ ഉത്തരവാദിത്തം നിറവേറ്റാൻ എനിക്കിപ്പോ സൗകര്യമില്ലെന്ന്. ഇറങ്ങിപ്പോടി. മാഡം പ്ലീസ്. നീ വലിയ ബുദ്ധിമതിയല്ലേ? നീ തന്നെ പോയി കണ്ടുപിടിക്ക്. നിനക്ക് പോകാം. ചേച്ചി, ഈ പോലീസുകാർ ഇങ്ങനെ പെരുമാറും ചേച്ചി? അവരെന്നോട് വിരോധം തീർത്തതാ ഓമനക്കുട്ട. നമുക്ക് വേറെ ഏതെങ്കിലും സ്റ്റേഷനിൽ വിവരം അറിയിച്ചാലോ? ആ ACPയുടെ കീഴിലല്ലേ ഈ സ്റ്റേഷനെല്ലാം. അവരതെല്ലാം മുടക്കും, എനിക്കത് ഉറപ്പാ. ആ ACPക്ക് ചേച്ചിയോട് എത്ര വിരോധം? നിങ്ങൾ ബന്ധുക്കളൊന്നും അല്ലല്ലോ, ആണോ? ഞാൻ അവരെ ആദ്യമായിട്ട് കാണുക. എന്തായാലും പോലീസ് നമ്മളെ സഹായിക്കില്ല എന്ന് ഉറപ്പായി. എങ്ങനെയെങ്കിലും നന്ദിനി എനിക്ക് രക്ഷപ്പെടുത്തിയേ പറ്റൂ. ഇതിപ്പോ വലിയ പുലിവാലായല്ലോ ചേച്ചി. ടവർ ലൊക്കേഷൻ കണ്ടുപിടിക്കാന്നൊക്കെ പറയുമ്പോ എന്ത് ചെയ്യും? ആ ഒരാളുണ്ട് ചേച്ചിയെ സഹായിക്കാൻ. അയാളെ കൊണ്ട് പറ്റും. അതാരാ ആള്? ആളൊരു പുലിയാ. ചിലപ്പോ ചില കേസിന് തുമ്പുണ്ടാക്കാൻ പോലീസുകാരെ വരെ അവന്റെ സഹായം ചോദിച്ചു വരാറുണ്ട്. പോലീസുകാരോ? ആൾ അത്രയ്ക്ക് മിടുക്കനാ? മിടുക്കനാണോന്നോ? പറന്നു പോകുന്ന കാക്ക പോലും ഏത് ടവർ ലൊക്കേഷനിലാണെന്ന് പറയുന്ന ഒരാളേ ഉള്ളൂ.
കരുതിയടി ഞങ്ങളെ കുറിച്ച്? ഈസി ആയിട്ട് കയറി ഞങ്ങളെ നിരത്തി കളയാമോ? ഞാൻ ഈ കൈ നിന്റെ കഴുത്തിൽ നിന്ന് തിരികെ എടുക്കണമെങ്കിൽ നിന്റെ ശവം വീഴണം. അപ്പോഴേ ഞാൻ ഈ കൈ എടുക്കും. ആണുങ്ങൾ അടിക്കാറായോടി. അതെ, മുളക് സ്പ്രേ ഉണ്ടോ? മുളക് സ്പ്രേയോ? അതെ, പെപ്പർ സ്പ്രേ. സ്ത്രീകൾ സുരക്ഷയ്ക്കായി ഉപയോഗിക്കുന്നത്. അതുണ്ട്. അതെ, എവന്റെങ്കിലും നേരെ എടുത്ത് പ്രയോഗിച്ചാ കണ്ണും മുഖമൊക്കെ ചുവന്ന് നേറും. സാധനം ഇതാണ്. നീ കിടന്ന് അലറണ്ട. നീ വിളിച്ച ആരും വരില്ല. അവരെല്ലാം ഞാൻ ഓരോ സ്ഥലത്താക്കിയിട്ടുണ്ട്. എന്താണിത്? എന്റെ കണ്ണ്! അയ്യോ അയ്യോ, എന്റെ കണ്ണ്! അയ്യോ എന്റെ കണ്ണ്! വേദ, ഇനിയെങ്കിലും എന്നെ അഴിച്ചുവിട്. എന്റെ കൈ വേദനിക്കുന്നു. പ്ലീസ്. കുറച്ച് സമയം കൂടി നന്ദിനി ഇത് ക്ഷമിച്ചേ പറ്റൂ. എന്തായാലും നിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വരുന്ന സ്വാതിയെ നിനക്കൊന്ന് കാണണ്ടേ? കെട്ടി വരിഞ്ഞ് ഞാൻ അവളെ നിന്റെ മുമ്പിൽ കൊണ്ടുവന്നിടും. കുറച്ചു നേരം വെയിറ്റ് ചെയ്യ്. നന്ദിനി, ഇവിടെ നിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ പോവാ. നീ സൂക്ഷിച്ചോ. അഹങ്കാരം പറയുന്നുള്ളൂ. ഇനി ഒരിക്കൽ കൂടി നീ ഇത് പറഞ്ഞ നിന്റെ നാവിനെ പിഴുതെടുക്കും. നന്ദിനി, ഇവള് പറയുന്നൊന്നും വിശ്വസിക്കരുത്. വാ നന്ദിനി. എന്നെ വിട്. വിടാനല്ലേ പറഞ്ഞേ? ഞാൻ നിങ്ങളുടെ കൂടെ വരില്ല. ആ വേദ പറഞ്ഞത് കേട്ട് നീ എന്നെ കുറ്റവാളിയാക്കരുത്. സത്യമായിട്ട് ഞാൻ നിന്നെ രക്ഷിക്കാനാ വന്നത്. എനിക്ക് വേണ്ട നിങ്ങളുടെ രക്ഷ. ഞാൻ വരില്ലെന്നാ പറഞ്ഞേ. നന്ദിനി, വാ ഇങ്ങോട്ട്. നിന്നെ വീട്ടിലെത്തിച്ച് എനിക്ക് എന്റെ നിരപരാധിത്വം തെളിയിച്ചേ പറ്റൂ. ഞാൻ വരില്ലെന്നല്ല നിങ്ങളോട് പറഞ്ഞു. എന്നോട് വരാനാ പറഞ്ഞത്. എനിക്ക് നിങ്ങളെ കാണണ്ട. പറഞ്ഞത്. ഞാൻ
വിട്. വിട് എന്നെ. നന്ദിനി. അയ്യോ, മോളെ, നന്ദിനി. ഈശ്വരാ. നന്ദിനി, മോളെ. നീലേ, നന്ദിനി. അയ്യോ, നന്ദിനി. നന്ദിനി, 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 കണ്ണു തുറക്ക്. നന്ദിനി, 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 ഒന്നുമില്ല. നന്ദിനി, എന്താ പറ്റിയേ? നന്ദിനി, ഗിരി, നന്ദിനി, എന്താ പറ്റിയെന്ന് പറ. നന്ദിനി, പറയ്. നന്ദിനി, 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 മോളെ എന്താ പറ്റിയേ? നന്ദിനി, 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 കണ്ണു തുറക്ക്. നന്ദിനി, ഗിരി, നീ പിടിക്ക, ഹോസ്പിറ്റലിൽ കൊണ്ടോ വേഗം. ഡോക്ടർ, നന്ദിനിക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? നന്ദിനിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ഒബ്സർവേഷൻ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ നന്ദിനിയുടെ ഉള്ളിലെ ജീവൻ രക്ഷിക്കാൻ ഞങ്ങൾക്കായില്ല. ആ വീഴ്ചയിൽ തന്നെ അബോർഷൻ സംഭവിച്ചിരുന്നു. ഐ എം സോറി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നിങ്ങൾ കയറി കണ്ടോളൂ. അധികം ഇമോഷണൽ ആവാതെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത്രയ്ക്ക് സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇക്കാലത്ത് ഇതൊക്കെ വളരെ സില്ലിയായിട്ട് കാണുന്നവരാ അധികവും. എനിക്കങ്ങനെ കാണാൻ കഴിയില്ല ഡോക്ടർ. അവള് ഗർഭിണിയാണെന്ന് കേട്ടപ്പോ ഒരുപാട് സന്തോഷിച്ചതാ ഞാൻ. ഞങ്ങളുടെ വീട്ടില് ആദ്യം ജനിക്കേണ്ട കുഞ്ഞായിരുന്നു. ഒരബോർഷൻ കൊണ്ട് ഒരു സ്ത്രീക്ക് അമ്മയാവാനുള്ള കഴിവ് എന്നേക്കുമായി നഷ്ടപ്പെടുന്നൊന്നുമില്ല. അതുകൊണ്ട് ടെൻഷൻ ആവേണ്ട. ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്ന സന്തോഷം ഞങ്ങൾക്ക് അത്ര വലുതായിരുന്നു. അതത്ര പെട്ടെന്ന് മാറുന്ന സങ്കടമല്ല ഡോക്ടർ. ഇക്കാലത്തും ഇതൊക്കെ നിങ്ങൾ ഇത്ര വലുതായി കാണുന്നതാ അത്ഭുതം. ഒന്നും അവസാനത്തേതല്ലെന്ന് വിശ്വസിച്ചാ എല്ലാ പ്രശ്നവും തീരും. എടോ, കുഞ്ഞുങ്ങൾ ഇനിയും വരും. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ കയറി കാണാം. ടേക്ക് കെയർ. സ്വാതി കാരണമാ അവളുടെ കുഞ്ഞ് നഷ്ടമായെന്നാ നന്ദിനി പറയുന്നത്. നന്ദിനി അങ്ങനെ സംശയിക്കുന്നതിൽ എന്താ തെറ്റ്? ഇവള് ചെയ്തത് എന്താന്ന് ഇവക്ക് മാത്രമല്ലേ അറിയൂ. ഒറ്റയ്ക്ക് പോയല്ലേ ഇവള് നന്ദിനിയെ കണ്ടുപിടിച്ചത്. ആരും സാക്ഷികളായിട്ടില്ലല്ലോ. പിന്നെ എങ്ങനെ നീ പറയുന്നത് നന്ദിനി വിശ്വസിക്കും?
അച്ഛനും എന്നെ അവിശ്വസിക്കാണോ? എന്റെ വിശ്വാസമല്ല ഇവിടെ പ്രധാനം, നന്ദിനിയുടെയും ഗിരിയുടെയും വിശ്വാസം. അച്ഛാ, വേദയാണ് ഇതെല്ലാം ചെയ്തതെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ആയിരിക്കാം, പക്ഷേ നിന്റെ കയ്യിൽ നിന്നല്ലേ അബദ്ധത്തിലാണെങ്കിലും അവൾ താഴെ വീണതും അബോർഷൻ സംഭവിച്ചതും? അതല്ലാന്ന് നിനക്ക് പറയാൻ പറ്റുമോ? ഇല്ല, എന്റെ കയ്യിൽ നിന്ന് തന്നെ അവള് താഴെ വീണത്. അതാര് കാരണം? നീ ഒരൊറ്റൊരാൾ കാരണം ഈ വീട്ടിൽ വരേണ്ടിയിരുന്ന ഒരു സൗഭാഗ്യം നഷ്ടപ്പെട്ടില്ലേ? നന്ദിനി അന്വേഷിക്കാൻ നീ എന്തിനാ ഒറ്റയ്ക്ക് പോയേ? നീലിനെയോ ഗിരിയോ കൊണ്ടുവരുന്നെങ്കിൽ ഇത് സംഭവിക്കായിരുന്നു. സംഭവിച്ചൊന്നും ഇനി തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ അച്ഛാ. അച്ഛാ, എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം. എന്ത് പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റും നിനക്ക്? അവളുടെ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കാൻ നിനക്ക് പറ്റുമോ? വലിച്ച ഇതിന് തക്ക ശിക്ഷ ഇവൾക്ക് കൊടുക്കണം. ഇവളൊരു ഒറ്റയാൾ പട്ടാളം. അതിന്റെ കൂലി ഇപ്പൊ നിനക്ക് കിട്ടിയില്ലേ? മതി അച്ഛാ, നമുക്ക് പിന്നെ സംസാരിക്കാം. സ്വാതി, നീ വാ. സ്വാതി, നിന്നോട് വരാനല്ലേ പറഞ്ഞത്? വരാൻ. കണ്ടില്ലേ വലിച്ച, വലിച്ചന്റെ മുന്നിൽ നിന്ന് ഭാര്യയെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നത്? അവള് ചെയ്ത തെറ്റിന് ഈ വീട്ടിൽ നമ്മളെ ഇറക്കി വിടുക ചെയ്യേണ്ടത്. എന്നിട്ടും മടി അവളെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ. പക്ഷേ തൽക്കാലം ഇത്രയും മതി. അങ്ങനെ ഗിരിയും സ്വാതിയുടെ ശത്രുവായി. ഇനി ഇത് വെച്ച് വേണം കളിക്കാൻ. എടി സ്വാതി, നിനക്കിനി ഈ വീട്ടിൽ മനസമാധാനം തരില്ല ഞാൻ. നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ലല്ലേ മാഡം? ആര് പറഞ്ഞു നടന്നില്ലെന്ന്? വടിവാൾ മേരിയുടെ കാര്യത്തിൽ മാത്രമേ നമ്മുടെ കണക്ക് കൂട്ടൽ തെറ്റുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെയാ സംഭവിച്ചത്. അതിനവൾക്ക് ഒടുവിൻ ചതവൊന്നും പറ്റിയില്ലല്ലോ. ഡാനി, നമ്മുടെ ലക്ഷ്യം എന്തായിരുന്നു ഓർമ്മയുണ്ടോ? ആ വീട്ടിൽ സ്വാതിയെ ഒറ്റപ്പെടുത്തുക. അത് സാധിച്ചില്ലേ? ഇപ്പൊ ആ വീട്ടിൽ സ്വാതിയുടെ സ്ഥാനം എന്താ? നന്ദിനിയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കിയവൾ. അവിടെ ആരെങ്കിലും ഇനി അവളെ പഴയതുപോലെ കാണുമോ? ഗിരിയുടെയും നന്ദിനിയുടെയും മനസ്സിൽ അവളോട് എന്തായിരിക്കും? നന്ദിനി അവളെ ആശുപത്രിയിൽ നിന്ന് ഇറക്കി വിട്ടില്ലേ? തകർന്ന് തരിപ്പണമായിട്ടാ അവള് തിരികെ ആ വീട്ടിൽ ചെന്ന് കയറിയത്. ഇതൊക്കെ തന്നെയല്ലേ ഞാനും ആഗ്രഹിച്ചത്. ഇനി എന്താ മാഡത്തിന്റെ പ്ലാൻ? നേരത്തെ പറഞ്ഞാൽ കാര്യങ്ങൾ ഞാൻ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യാം. പറയാം ഡാനി. ആ വീട്ടിൽ പരമാവധി അവൾ ഒറ്റപ്പെടട്ടെ. എല്ലാവരും അവളെ കുറ്റപ്പെടുത്തട്ടെ. ആരുടെയും മുന്നിൽ നിവർന്ന് നിൽക്കാൻ കഴിയാതെ അവള് തകർന്നു വീഴും. പിന്നെയാ ഈ വേദയുടെ കളി. ഇതിനേക്കാൾ നല്ലൊരവസരം ഇനി കിട്ടാനില്ല എന്റെ മോളെ. എനിക്കത് അറിയാമേ. ഞാനതനുസരിച്ച് തന്നെ പ്രവർത്തിച്ചോളാം. അല്ല, എന്നിട്ടിപ്പോ അവളെവിടെ? സ്വാതി മുറിയിലുണ്ട്. ഇതുവരെ പുറത്തോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. മോളെ, ഗിരിയും നന്ദിനിയും ഉടനെ ഒന്നും സ്വാതിയോട് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ സമയത്ത് വേണം നിന്റെ ബുദ്ധി പ്രവർത്തിക്കാൻ. മോളെ, ഗിരിയെയും നന്ദിനിയെയും നിന്റെ ഒപ്പം തന്നെ നിർത്തണം. മനസ്സിലായോ? അതിന് ചില പദ്ധതികളൊക്കെ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നീലേ, ഗിരി, സ്വാതി, എടാ നീലേ. അച്ഛാ, ആ, വലിച്ച സിദ്ധിനെ കാണാൻ പോയിട്ട് അദ്ദേഹം എന്തു പറഞ്ഞു?
അച്ഛാ. മോളെ, സിദ്ധൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ ഇനിയും ഒരുപാട് ദോഷങ്ങൾ സംഭവിക്കുന്ന അദ്ദേഹം പറഞ്ഞത്. എല്ലാത്തിനും കാരണം ആ വിഗ്രഹം നഷ്ടപ്പെട്ടത് തന്നെയെന്നാ അദ്ദേഹം പറഞ്ഞത്. അതാരാ മോഷ്ടിച്ചെന്ന് അദ്ദേഹം പറഞ്ഞു? പറഞ്ഞു. ആരാ വലിച്ചത് ചെയ്തത്? അങ്ങനെ കൃത്യമായിട്ട് ഒരാളുടെ പേര് ചൂണ്ടിക്കാണിക്കാൻ പറ്റിയില്ല. പക്ഷേ ഈ വീട്ടിലൊരാൾ തന്നെയാണെന്നാ അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത്. പിന്നെ അദ്ദേഹം ഒന്നുകൂടെ പറഞ്ഞു, ഇത് ചെയ്തയാൾ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് നമുക്കൊപ്പം തന്നെ ഉണ്ടെന്ന്. അച്ഛാ, എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കിയേ തീരൂ. നന്ദിനിയുടെ മനസ്സിലെ മുറിവ് വളരെ ആഴത്തിലുള്ളതാ. കൊണ്ടു നടന്നതും ഇപ്പൊ ഈ അവസ്ഥയിലാക്കിയതും നീയല്ലേ. അതുകൊണ്ട് ഇവള് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കട്ടെ. എടുത്തി, നന്ദിനി ആകെ തകർന്നിരിക്കുക. ചെയ്യാത്ത തെറ്റിനാ അവൾ ഈ ശിക്ഷ മുഴുവൻ അനുഭവിച്ചത്. സ്വന്തം കുഞ്ഞ് നഷ്ടപ്പെടുന്നതിന്റെ വേദന അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവൂ. ഇവിടെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് സ്വാതി എടുത്തിയാ. പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെ പറയില്ല. കാരണം മനഃപൂർവ്വം സ്വാതി എടുത്ത് ഇങ്ങനെ ഒന്നും ചെയ്യില്ല. അളിയ, ഇനിയൊരു പ്രശ്നം ഉണ്ടാവാതെ നമുക്കിതങ്ങ് മറന്നൂടെ? അതല്ലേ നല്ലത്. ഗിരി, ഇതുപോലൊരു തെറ്റ് ചെയ്തിട്ട് ഞാൻ കളവ് പറയുന്ന നീ കരുതുന്നുണ്ടോ? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ നഷ്ടപ്പെട്ടത് എന്റെ കുഞ്ഞാ. അതിന്റെ സങ്കടം ഏടത്തേക്ക് ഞാൻ പറഞ്ഞു തരണോ? വിഗ്രഹം നശിപ്പിച്ചയാൾ ഈ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് സിദ്ധൻ പറഞ്ഞ സ്ഥിതിക്ക് അതാരാണെന്ന് കണ്ടെത്തിയേ പറ്റൂ. നന്ദിനിയാണത് ചെയ്തതെന്ന് ഞാൻ കരുതിയിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ഉറപ്പുണ്ട്, നന്ദിനി അത് ചെയ്തിട്ടില്ല. ചെയ്തവര് തന്നെ അതങ്ങ് തുറന്നു പറയുന്നതാ നല്ലത്. ഗിരി, നിന്റെ സങ്കടം ഞങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ സത്യം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്നും ഇത് വലിയൊരു കരടായി ഇവിടെ എല്ലാവരുടെയും മനസ്സിൽ കിടക്കും. പരസ്പരം എല്ലാവരും സംശയിക്കുകയും ചെയ്യും. ഈ വീട്ടില് നമ്മൾ ഇത്രയും പേര് മാത്രമേ ഉള്ളൂ. ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പറ്റിയ അബദ്ധമാണെങ്കിൽ അത് സ്വയം ഏറ്റു പറഞ്ഞ് ഒരു വലിയ പ്രശ്നം ഒഴിവാക്കുന്നതല്ലേ നല്ലത്. സത്യം തെളിയുമ്പോ കുറ്റം ഏറ്റു പറഞ്ഞ് കൈ കഴുകി രക്ഷപ്പെടാനൊന്നും ഇത് ചെയ്തവർക്ക് പറ്റില്ല. ഏടത്തി തന്നെ ഇത് ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. അല്ല ഓമനക്കുട്ട, നീ എന്താ വന്നേ? ഇതാരാ കൂടെ? എന്റെ സ്വാമിജി, ഇതെനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാ. കുട്ടി ഇരിക്കൂ. ഇരിക്കും. ഞങ്ങൾക്ക് ഒരു പ്രശ്നം അറിയാനുണ്ട് സ്വാമിജി, അതിനൊരു പരിഹാരം കാണണം.
മോഷണം തന്നെയാണല്ലേ? അതെ. അതുമൂലം ജയിൽ വരെ കയറി ഒരു മരണവും കുടുംബത്തിൽ സംഭവിച്ചു അല്ലേ? അതെ സ്വാമി. പക്ഷെ സത്യം തെളിയിച്ചില്ലെങ്കിൽ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. നിങ്ങൾ സംശയിക്കുന്ന ഒരാളല്ല ഇത് ചെയ്തത്. ആരും സംശയിക്കാത്ത ഒരാൾ എല്ലാം കണ്ട് അയാൾ മറഞ്ഞിരുന്ന് ചിരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇപ്പൊ വേണ്ട സ്വാമിജി. സ്വാമിജി ദയവ് ചെയ്തൊന്ന് വീട്ടിലേക്ക് വരണം. എല്ലാവരുടെയും മുന്നിൽ വച്ചത് തെളിയിക്കാൻ സാധിക്കില്ല സ്വാമിജി. ഞാനങ്ങനെ ഇവിടം വിട്ട് എങ്ങും പോവാറില്ല. അങ്ങനെ പറയല്ലേ സ്വാമിജി. ഒരിക്കൽ എൻ്റെ ജീവൻ രക്ഷിച്ച ചേച്ചിയാ. സ്വാമിജി നേരിട്ട് എന്ന് ഒരു തീർപ്പുണ്ടാക്കണം. കുട്ടി പേടിക്കണ്ട. നാളെ രാവിലെ ഇവനും ഞാനും കൂടി അവിടെ എത്തും. സത്യം നമുക്ക് അവിടെ വെച്ച് തെളിയിക്കാം. ഇവൻ എനിക്ക് അത്രയ്ക്ക് വേണ്ടപ്പെട്ട ആളാ. കുട്ടി ധൈര്യമായിരിക്കൂ. വളരെ സന്തോഷം സ്വാമിജി. ഓമനക്കുട്ട, കുട്ടിയെ വീട്ടിൽ കൊണ്ടാക്കിയേക്കൂ. ആയിക്കോട്ടെ. എല്ലാം സുഖമായി പര്യവസാനിക്കാൻ ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ പറഞ്ഞ കാര്യത്തില് എന്താ ഗിരിയേട്ടന്റെ തീരുമാനം? സംസാരിക്കാൻ പറ്റിയൊരു സാഹചര്യം വരുമ്പോ നമുക്കത് വല്യച്ഛനോടും നീലിനോടും സംസാരിക്കാം. അത് പറ്റില്ല ഗിരിയേട്ടാ. എനിക്ക് ഇന്ന് തന്നെ അതിനുള്ള മറുപടി അറിഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും. എനിക്കിനി ഈ വീട്ടിൽ പറ്റില്ല. അതോ എന്നെ ഗിരിയേട്ടൻ ഇനി വേണ്ടെന്നാണോ? നന്ദിനി, വെറുതെ ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിക്കണ്ട. തന്റെ തീരുമാനം തന്നെ എന്റെയും. പക്ഷേ കുറച്ച് സാവകാശത്തിൽ പോരെന്നാ എന്റെ സംശയം. അത് പോരെ ഗിരിയേട്ടാ. നമുക്ക് ആദ്യം കിട്ടിയ കുഞ്ഞിനെ നമുക്ക് നഷ്ടപ്പെട്ടു. ഇനി ഒരിക്കൽ കൂടി ഞാൻ ഗർഭിണിയായാൽ അതിനെങ്കിലും നമുക്ക് ജീവനോടെ കിട്ടുന്ന ഗിരിയേട്ടന് ഉറപ്പുണ്ടോ? അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് കഴിയുന്നത്ര വേഗം നമുക്ക് ഈ വീട്ടിൽ നിന്ന് താമസം മാറണമെന്ന്. മാറിയേ പറ്റൂ. പറ്റില്ല എന്നല്ലേ പറഞ്ഞത്? അങ്ങനെ എല്ലാം ഇട്ടെറിഞ്ഞു പോവാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. എടാ ഇരി, ഈ ഒരു കാരണം കൊണ്ട് നീ ഈ വീട് ഉപേക്ഷിച്ച് പോകരുത്. എന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടത് അത്ര ചെറിയ കാര്യമാണോ നീലേ? എടാ, എല്ലാം സംഭവിച്ചു പോയി. നിന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത് ഈ വീട്ടിലെ ഏറ്റവും വലിയ ദുഃഖം തന്നെയാ. പക്ഷെ അതിന്റെ പേരില് ഈ വീട് വിട്ടു പോകാനുള്ള തീരുമാനം അത് നീ മാറ്റണം. എടാ, ഇത് നിന്റെ വീടാ ഗിരി. എന്ന് ഞങ്ങൾക്ക് കൂടി തോന്നണ്ടേ? വല്യച്ഛനും ഏട്ടനും ഞങ്ങളോട് ക്ഷമിക്കണം. ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് താമസം അറിയാൻ പറ്റും. നന്ദിനി, ഇതെന്താ നീ ഇങ്ങനെ പറയുന്നേ? പിന്നെ എങ്ങനെ പറയണം? എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയവരുടെ കൂടെ ഇനി ഞാൻ ഈ വീട്ടിൽ ജീവിക്കണോ? രാവും പകൽ ഇവരുടെ മുഖം കണ്ടോണ്ട് ഈ വീട്ടിൽ ഇനി ജീവിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. നന്ദിനി, എന്നെ ഉദ്ദേശിച്ചാണ് നീ ഇത് പറഞ്ഞതെന്ന് എനിക്കറിയാം. അച്ഛാ, ഞാൻ കാരണം ആരും ഈ വീട്ടിൽ നിന്ന് പോണ്ട. വേണമെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പൊയ്ക്കോളാം. അതാ നല്ലത്. നീ ഈ വീട്ടിൽ നിന്ന് പോയാലേ ഇവർക്ക് സമാധാനം കിട്ടൂ. ആരോ ഒരാൾ മറഞ്ഞിരിക്കുന്നുണ്ടല്ലോ. കുടുംബത്തിലെ എല്ലാരും വേണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതല്ലേ കുട്ടി? അച്ഛാ, ഗൗരി വന്നിട്ടില്ല. രാജീവേ, ഗൗരി എവിടെ? വലിച്ച അത് ഗൗരിക്ക് തലവേദന ആയതുകൊണ്ടാ.
തലവേദന, ഒളിച്ചിരിക്കാനൊരു മറ. സ്വാമിജി, ഞാൻ ഇപ്പൊ അവളെ വിളിച്ചോണ്ട് വരാം. ഇത് ഗൗരി എടുത്തിട അടവ ഈ തലവേദന. കള്ളം തെളിയുന്നായപ്പോ പുതിയ നമ്പർ ഇറക്കിയതാ. വല്യച്ഛൻ ചെന്നാലൊന്നും അവര് വരില്ല. ഏട്ടത്തെയും കൂടെ ചെല്ല്. ഗൗരി, നീ എന്താ താഴേക്ക് വരാത്തത്? ഞാനെന്തിനു വരണം? ഞാനല്ല വിഗ്രഹം എടുത്തതും തകർത്തതും ഒളിപ്പിച്ചതും ഒന്നും. അതുകൊണ്ട് ഞാനങ്ങും വരുന്നില്ല. അത് പറ്റില്ല. ഈ വീട്ടിൽ ഞാനടക്കമുള്ള എല്ലാവരും സംശയത്തിന് മുഴുവനില്ല. സത്യം എന്താണെന്ന് തെളിയിക്കാനാ ആ സ്വാമിജി വന്നിരിക്കുന്നത്. ഒരാൾ മാത്രം തന്റെ മുമ്പിൽ നിന്ന് മാറി നിൽക്കുന്നു ആ സ്വാമിജിക്ക് മനസ്സിലായി. നീ വേഗം താഴേക്ക് വാ. ഓ ഇല്ല, ഞാൻ വരുന്നില്ല. സ്വാതി എവിടെ നിന്നോ കൊണ്ടുവന്ന ഒരു കള്ള സന്യാസി അയാള്. എന്നിട്ട് എന്നെ കുറ്റവാളിയാക്കാൻ തന്നെയായിരിക്കും സ്വാതി അയാളെ കൊണ്ടിങ്ങി വന്നത്. എനിക്കത് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ വരില്ല. അങ്ങനെ പറഞ്ഞ് രക്ഷപ്പെടാൻ നിനക്ക് പറ്റില്ല ഗൗരി. നീ താഴേക്ക് വന്നേ പറ്റൂ, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊണ്ടുപോകും. എന്താടി, നീ എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? ഞാൻ വന്നാലും ഇല്ലെങ്കിലും നീ ആ കള്ള സന്യാസിയെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശമേ എനിക്ക് നന്നായിട്ട് മനസ്സിലായി. നീ വിഗ്രഹം എടുത്തു മാറ്റിയ കള്ളത്തരത്തിന്ന് നിനക്ക് രക്ഷപ്പെടാനല്ലടി. അതിന് നീ അയാൾക്ക് കൈക്കൂലിയും കൊടുത്തു കാണും. അയാളെ കൊണ്ട് നീ പറയിക്കുന്ന കള്ളത്തരം ഇവിടെയുള്ള എല്ലാവരും വിശ്വസിക്കുമായിരിക്കും. പക്ഷേ ഈ ഗൗരി വിശ്വസിക്കില്ല. എന്തിനാ കുട്ടി ഈ പൂജയിൽ പങ്കെടുക്കാതെ മാറി നിന്നത്? എന്റെ പൊന്നു സ്വാമിജി, ഈ പറയുന്ന വിഗ്രഹം ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ഞാൻ എന്തിനു പൂജയിൽ പങ്കെടുക്കണം? പിന്നെ ഇവളുടെ വാക്കും കേട്ട് സ്വാമിജി വിഗ്രഹം മോഷ്ടിച്ചയാളെ കണ്ടുപിടിക്കാനായിട്ടാണ് വന്നതെങ്കിൽ എനിക്കിട്ടതൊരു പണിയാണെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അതുകൊണ്ടാ മനഃപൂർവ്വം ഞാൻ വരാതിരുന്നത്. കൊള്ളാം, വാക്കുകൾ ശരം പോലെ തൊടുക്കാൻ മിടുക്കിയാണ്. ലക്ഷ്യം വ്യക്തം, പക്ഷേ മാർഗം അത് കുറച്ച് കടന്നുപോയല്ലോ കുട്ടി. ദോഷകരമായ സാഹചര്യങ്ങളുടെ കാരണം കണ്ടുപിടിക്കുകയാണ് ഈ മഷിനോട്ടം കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്. പഞ്ചേന്ദ്രിയങ്ങൾക്ക് പുറത്തുള്ള ഏത് നേർക്കാഴ്ചകളും ഈ മഷിയിൽ തെളിയും. ഇതിലൊന്നും കാണുന്നില്ലല്ലോ സ്വാമിജി. വെറ്റിലെ പെരട്ടിയ മഷിക്ക് ശക്തി പോരെ? പരിഹസിക്കരുത് കുട്ടി, മഷിനോട്ടം സത്യമുള്ളതാ. ഒരു നിമിഷം എല്ലാരും കണ്ണടച്ച് ഒറ്റ മനസ്സോടെ പ്രാർത്ഥിക്കുക. അതെ, ആളിനെ കണ്ടോ? ഇല്ല. വ്യക്തമായി കണ്ണു തുറന്നു നോക്കൂ, കാണാം. അളിയോ, ഇനി എന്നെ തല്ലല്ലേ? നീയൊന്നും ജീവിച്ചിരിക്കാൻ പാടില്ല. ഇനി എന്റെ രാജവേണ്ണ തല്ലരുത്. എടി, ഇവനെ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇവൻ കാരണം എന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടത്. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ട് ഒന്നും അറിയാത്ത പോലെ പാവത്തിന്റെ മുഖംമുടി അണിഞ്ഞ് നടന്നില്ലേ അവൻ?